ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇത് തന്നെ നമ്മുടെ നാവിൽ പറയുക, അത് തന്നെ സംഭവിക്കും. എൻ്റെ മക്കൾക്ക് ഭാഗ്യമില്ല, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് എപ്പോഴും കണ്ണീരും കയ്യും, എനിക്ക് കഷ്ടപ്പാടാണ്, ഇങ്ങനെ പറഞ്ഞാൽ അത് തന്നെ വരും. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് ആവശ്യമുള്ളതെന്നാക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഗലാത്യർ 5:25-26 പറയാം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് മൃതാഭിമാനികൾ ആകരുത്. അയ്യോ, അതൊരു വലിയ സത്യം കേട്ടോ. ഈ കുശുമ്പും പോര് വിളിച്ചും അന്യോന്യം അസൂയ കുശുമ്പ് ഇതൊക്കെ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ യേശുവിൻ്റെ ക്യാരക്ടറാകുക. പരിശുദ്ധാത്മാവ് നമ്മളെ, യേശുമ്പുരാൻ നമ്മളെ ആ ദൈവരാജ്യത്തിലാക്കാൻ, ആ പിതാവായ ദൈവം, ആ നമ്മക്കടെ ഒച്ചയേക്കാൻ കൊതിയായിട്ടാണ് പിതാവായ ദൈവം ആ യേശുമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ച്. ആദാം പാപം ചെയ്ത് മാറിപ്പോയപ്പോൾ ആദാമേ എന്ന് വിളിച്ചുകൊണ്ട് തോട്ടത്തിൽ കൂടെ കരഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു പിതാവ്. ആ പിതാവായ ദൈവത്തിന് ഇഷ്ടം നമ്മക്കടെ ഒച്ച കേൾക്കണമെന്ന്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നാൽ മാത്രമാണ് ദൈവത്തിന് ആത്മാവുമായിട്ട് നമുക്കടെ ഒച്ച നമ്മൾ പറയുന്ന ഒക്കെ ദൈവത്തിനെ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറയാൻ എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുക, അത് പാലിക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുക. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോ കാര്യം നിങ്ങൾ മതമൊന്നും മാറണ്ട, യേശുവിനെ ബെസ്റ്റ് ഫ്രണ്ടാക്കുക. ഓരോ കാര്യങ്ങൾ യേശുവിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, ഇതങ്ങനെ ചെയ്താൽ മതിയോ, ഇതിങ്ങനെ ചെയ്താൽ മതിയോ, എൻ്റെ കൂടെ വരുമോ, ഇങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതം മാറി മറിയും കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പരാതി പറയും, സന്തോഷം പറയും, എല്ലാ വർത്താനവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രാർത്ഥന വർത്താനത്തിൽ കൂടിയാണ്. വർത്താനം പറഞ്ഞാൽ എനിക്കിഷ്ടം. പിന്നെ കുറച്ച് ബൈബിൾ വായിക്കും, അങ്ങനെ. അപ്പോൾ വർത്താനം പറയുക. അപ്പോൾ നമുക്ക് മറുപടി ബൈബിൾ വായിക്കുമ്പോൾ കിട്ടും. നമ്മൾ യേശുവിനോട് വർത്താനം പറഞ്ഞതിൻ്റെ റിസൾട്ട് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കിട്ടും. അങ്ങനെ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. നമ്മളും ദൈവമായിട്ടുള്ള അത് ആ ശക്തമേറിയ ബന്ധം സ്ഥാപിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ദുഷ്ടൻ്റെ യാതൊരായുധവും ബലിക്കുകയില്ല. നിൻ്റെ നാവിനെ കുറ്റം വിധിക്കുന്നവരെ ദൈവം കുറ്റം വിധിക്കുന്നതാണ്. നിനക്കെതിരായിട്ടുള്ള യാതൊരു ആയുധവും ബലിക്കുകയില്ല. അപ്പോൾ നമ്മളതെപ്പോഴും ഓർക്കണം, ദൈവമായിട്ട് കൂട്ടുകൂടുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് നമ്മളെപ്പോഴും കരാട്ടിനാട്ടോ ചെയ്യണേ. കരാട്ടിൻ്റെ പല ഇതുണ്ട്. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേഷനാണ് നാനോ ഫോഴ്സ് പ്ലാസിയ ബയോടാനിസ്. അതപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് സൾഫേറ്റ് ഫ്രീ ഷാമ്പു അല്ല. ഇപ്പം നമ്മൾ വീഗാലാൻഡിൽ പോയി കുളിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ ആ ഗ്ലാമർ കുറഞ്ഞു പോകും, നമ്മുടെ ആ മുടിയുടെ. അപ്പം അങ്ങനെ ഇത് ബ്ലീച്ച് വരുമ്പോൾ മുടിയിൽ നിന്ന് അത് കഴുകി പോകും. അപ്പോൾ നമ്മൾ കളറൊക്കെ ചെയ്യണമെങ്കിൽ ഈ കളർ ചെയ്തിട്ട് കരാട്ടം ചെയ്യണം. എൻ്റെ കളർ കിടക്കണുണ്ടോ, ഇത് ചെയ്തിട്ട് ഞാൻ കരാട്ടം ചെയ്ത്. അപ്പോൾ അത് കവറിങ് വരും, ആ കളർ ചെയ്യണ ഡാമേജ് മാറി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുക. പിന്നെ ഇത് ചെയ്തിടുക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുടിയായിട്ട് എന്തൊരു സുഖം. നമുക്ക് ഭയങ്കര നമ്മുടെ ഹെയർ മേക്ക് ഓവർ നമ്മളെ ആളെ മാറ്റിയ പോലെ ആവും കേട്ടോ. പിന്നെ ചില ലിപ്സ്റ്റിക്ക് കൊണ്ട് കണ്ണിങ്ങനെ എഴുതിയാൽ മേക്കപ്പ് ആയി. അപ്പോൾ അല്ല, സിമ്പിൾ മേക്കപ്പ്. അല്ലാത്തപ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് കഴിയുന്നത്ര ലിപ്സ്റ്റിക്കൊക്കെ ഇടാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയല്ലേ പറയണേ, ഒത്തിരി മേക്കപ്പ് അതൊന്നും ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും പ്രകൃതിയിൽ നിന്ന് അങ്ങനെയൊക്കെ പറയണം. നമ്മളെപ്പോഴും ബ്രാൻഡഡ് കമ്പനികൾ യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക്ക് ഇടണമെങ്കിലും ബ്രാൻഡഡ്, എല്ലാം ബ്രാൻഡഡ് കമ്പനിക്ക് ഇച്ചിരൂടെ അവരിത്രയും ലോക പ്രശസ്തമല്ലേ. അപ്പോൾ അവരുടെ ഒരു മൈന്യൂട്ട് ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയൊക്കെ നിർത്തിക്കളയുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബ്രാൻഡഡ് കമ്പനികൾ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഫേഷ്യൽ അതിനൊക്കെ 25% ഡിസ്കൗണ്ട് ഈ മാസത്തോടെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ടാനിങ് ഒക്കെ ഈ വെയിലിൻ്റെ ചൂടിൻ്റെ, ഞാനൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ടാനിങ് ബാക്കിയിട്ട് ഒരു ഫേഷ്യൽ ചെയ്തിട്ട് ഞാൻ പിടിച്ചിരിക്കണേ. ഫേഷ്യൽ ചെയ്തിൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ ഫേഷ്യൽ ചെയ്യുക. പിന്നെ പെഡിക്യൂറ്, മാനിക്യൂറ് അതൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. അതുകൂടാണ്ട് നമ്മുടെ സ്വർണ്ണക്കടയിൽ സ്കീമുണ്ട്. സ്വർണ്ണത്തിന് വില കൂടുകയെന്നും പറഞ്ഞുകൊണ്ട് കല്യാണ പാർട്ടീസ് എല്ലാം വിഷമിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പം ഒരു സ്കീമിലങ്ങ് കൂടെ. അപ്പം അത്രയും സമാധാനമായി. കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതുമായിട്ട് ആ സ്വർണ്ണം മേടിക്കാനായിട്ട് ഒരു പങ്കാളിയായിട്ട്, പിന്നെ ആ വില കൂടുന്നത് ടെൻഷൻ ഓർക്കൂല. ഡെയിലി ഒരു മാസം ഇത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ഗോൾഡ് സ്കീമിൽ കൂടുക. പിന്നെ വെഡിങ് കളക്ഷനിൽ ഒത്തിരി ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷുവിനും ഇത് വരുവാണ്, ഈസ്റ്റർ വരുവാണ്, റംസാൻ വരുവാണ്. മൊത്തം നമുക്ക് ഏപ്രിൽ മുതൽ നമ്മൾ ആഘോഷങ്ങളങ്ങ് തുടങ്ങുക. അപ്പോൾ എല്ലാവരും രേവതിയായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവരും യേശുമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. വീഡിയോസ് കാണാം. ഈ മാമിൻ്റെ മുടി ചെയ്യാൻ വന്നേക്കണെയാണ്, കരാട്ടും ചെയ്യാനാണ് വന്നേക്കണേ. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ മാൻ പോയി
ഒന്ന് ചെയ്താർന്നു കേട്ടോ. അപ്പം മൊത്തം മുടിക്ക് പ്രശ്നമായി. മാം ഇപ്പം നമ്മുടെ അടുത്ത് ചെയ്യാൻ വന്നേക്കണേ. പിന്നെ കളർ ചെയ്തേക്കണേ ഈ ബ്രൗണാണ്. നമ്മളിങ്ങനെ ഫുൾ മുടിയൊക്കെ വൈറ്റ് ഹെയർ ആയാലേ ബ്രൗൺ ഇടുമ്പോൾ നമുക്കൊരു ഈ മൈലാഞ്ചി അരച്ച് വെച്ച പോലെ വരും. നമുക്ക് എൻ്റെ അഭിപ്രായം, ഞാനൊക്കെ ബ്ലാക്ക് ആട്ടോ. അപ്പോൾ നമുക്ക് ആ മുടി വൈറ്റ് ഹെയർ ആണെന്ന് അറിയാനും പറ്റും. ഇപ്പോൾ ബ്രൗൺ മാറ്റി ഞങ്ങൾ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാമിൻ്റെ മുടി ചെയ്തിട്ട് കാണാം. നേരത്തെ ആദ്യം നമ്മുടെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അതിലേക്ക് പോകുമ്പോൾ ഈ ചെയ്യണേ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. പെട്ടെന്ന് പോകേണ്ട വന്നു. അപ്പോൾ എവിടെയോ പോയി എന്തോ ചെയ്തു, പുറത്തായിട്ട് മാമിന് പോകേണ്ട വന്നു. അപ്പോൾ എന്നിട്ട് അത് അപ്പടി ശരിയായില്ല, മുടിക്ക് ആകെ ഫ്രഷ്നെസ് വന്നു എന്നാണ് പറഞ്ഞത്. എന്താ ചെയ്തതെന്ന് മാമിനറിയാൻ പാടില്ല, കരാട്ടിന് ഏത് കമ്പനിയാണെന്നൊന്നും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെയ്ത റിസൾട്ട് കാണാം. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ റിസൾട്ട് കാണാവേ. ഒന്ന് നോക്കാം. ഇവിടെ ഈ മാമിൻ്റെ ഹെയർ മേക്ക് ഓവർ വന്നാൽ നേരത്തെ ആദ്യം നമ്മുടെ അടുത്ത് ചെയ്തായിരുന്നു. എന്നിട്ട് മാം വേറെ എങ്ങാണ്ട് പോയി ചെയ്തു. അവർ നാനോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തേ. പക്ഷെ മുടിക്ക് അപ്പടി കംപ്ലൈൻറ്റ് പറഞ്ഞു. മോള് വഴക്ക് പറഞ്ഞ് ഇത് ആദ്യം ചെയ്തെടുത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടതാണ്. മാം ഡാർക്ക് ബ്രൗൺ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാറില്ല. ഡാർക്ക് ബ്രൗൺ ഈ കരാട്ടും ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഇനിയിപ്പോൾ നാളെ അടുത്ത ദിവസം കഴുകാൻ വരുമ്പോൾ ബ്ലാക്ക് കളർ, മൊത്തം വൈറ്റ് ഹെയറാണ് മാമിന്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്യാറുണ്ടോ? അത് പണ്ട് ഒത്തിരി കുറവാന്ന് കാണും. അതായിരിക്കും ഇത്രയും മാമിന് അത്രയ്ക്ക് പ്രായമില്ല. എന്നാലും മോളെ പിടിച്ചു തോന്നുന്നു അല്ലേ? പിടിച്ചോ? കണ്ട മാത്രമൊന്നും പ്രായമില്ല. ഈ മുടിയുടെ ബ്ലാക്കൊന്നും ഒട്ടും പ്രായം തോന്നിക്കില്ല. അപ്പോൾ D3 കുറവ് നമ്മൾ അറിയില്ലാണ്ട് വരുമ്പോൾ ഫുൾ വൈറ്റ് ഹെയർ ആയി പോകട്ടോ. അപ്പോൾ മുടിയും പോകും. അപ്പോൾ ഭയങ്കര ഇത് ചെയ്തിട്ട് ഭയങ്കര ഫ്രസിയാണ്. പക്ഷെ നമ്മളിത് ഇപ്പോൾ 10 പനിക്കുടം പോലെയായി. നമ്മൾ ഇങ്ങനെ ബ്രാൻഡഡ് ആ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് പേരിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കിട്ടും. വില കുറവ് നോക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. നമ്മൾ ചെയ്യുന്നത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്രാൻസ് ആട്ടോ. അടിപൊളി റിസൾട്ടാണ്. അത് കാരണമാണ് ഈ ചെയ്തവർ പിന്നെയും എവിടെ പോയാലും ആൾക്കാർക്ക് മൊത്തം പ്രശ്നമാണ്. പിന്നെ ഇവിടെ തന്നെ യേശുവിൻ്റെ കൃപയാൽ അത് നമുക്ക് നല്ലതാണ്. ഒരാളെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോരാ, അവർ ജീവിതകാലം കൊടുക്കണം. നമ്മുടെ അടുത്ത് ചെയ്യാൻ പാകത്തിന് നമ്മൾ നല്ല ബ്രാൻഡഡ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ ആഫ്റ്റർ കെയർ ഒക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി അവരെ വിടാറുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ മുടിയുടെ കാര്യം ഓക്കെയാണ്. ആദ്യം ചെയ്തപ്പോൾ നല്ല റിസൾട്ട് അല്ലായിരുന്നോ? ഏറ്റവും ആദ്യം ഇവിടെ ചെയ്തപ്പോൾ മുടി സോഫ്റ്റ് ആയിരുന്നു. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ്ടായിരുന്നോ? പോവാ. രണ്ടാമത് ഇപ്പോൾ പിന്നെ അവിടെ പോയി ചെയ്തപ്പോഴും അല്ല, എപ്പോൾ കഴിഞ്ഞാലും നമ്മൾ ആഫ്റ്റർ കെയർ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇനി വൺസ് ഇൻ എ വീക്ക് വേണ്ട. ആഴ്ചയിൽ എത്ര പ്രാവശ്യം മുടി കഴിയും? പുറത്താകുന്നപ്പോൾ ഇവിടെ 2 പ്രാവശ്യം എന്നും കഴുകുമൊന്നും വേണ്ട. എന്നും കഴുകുമ്പോൾ കരാട്ടിനല്ലേ. അപ്പോൾ വാഷ്ഡ് ഔട്ടാണ്. എന്നും കഴുകണ്ട. ഒരു 2-3 ആഴ്ച കഴിയാൽ മതി. എപ്പോൾ കഴിയാലും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ കാണുന്ന വേറെ സംഭവമൊക്കെ ആണെങ്കിൽ അപ്പടി കഴുകിപ്പോവും. ഷാമ്പൂ ഒക്കെ ആ ആഫ്റ്റർ കെയർ അത് തന്നെ യൂസ് ചെയ്യണം. സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒക്കെയാണ്. അല്ലെങ്കിൽ കരാട്ടിന് പറഞ്ഞാൽ കവറിനേ ഉള്ളൂ. ഇതിൻ്റെ ടെസ്റ്ററിന് വ്യത്യാസം വരുത്തുന്നില്ല. ബോണ്ടിനൊന്നും അതൊക്കെ സ്മൂത്തനിങ് അതൊക്കെ ചെയ്യുമ്പോൾ ടെസ്റ്ററിന് വ്യത്യാസം തന്നെ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും വ്യത്യാസം വരുത്തുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് കളർ ചെയ്തിട്ട് കാണാം കേട്ടോ. അടുത്ത ദിവസം വരും കഴുകാൻ. അന്നേരം കളർ ചെയ്യുന്നതിന് ഒരു വീഡിയോയുടെ പിടിച്ചേക്കാം. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ യേശുബ്രാൻ ധാരാളമായിട്ട് കാണുന്നവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വന്ന് കെയർ ചെയ്തിടുക. കെയറിനെ പറ്റി നമ്മൾ കെയറിനെ ശ്രദ്ധിക്കണം. പല്ല് പൊട്ടി പണ്ടത്തെ പോലെയാണ്. പല്ലിനെ ക്യാപ്പിടണോ, കമ്പി ഇടണോ, ഇപ്പം എന്നാ ഇംപ്ലാന്റ് ചെയ്യണോ, എന്തെല്ലാം ശ്രദ്ധിക്കണോ. ദൈവം തന്നതാ. വിലയേറിയതായിട്ട് കരുതിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. മുടിയില്ലെങ്കിൽ എന്ത് സാരി കൊടുത്തിട്ടെന്ന കാര്യം, എന്ത് ഡയമണ്ട് ഇട്ടിട്ടെന്ന കാര്യം, എന്ത് സ്വർണ്ണം ഇട്ടിട്ടെന്ന കാര്യം. ദൈവം തന്ന ഇതിനെയൊക്കെ ഏറ്റവും പരിപാലിക്കേണ്ടത്. പിന്നെ സ്വർണവും തുണിയൊക്കെ മതിയിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ കച്ചവടക്കാരിയാണെങ്കിലും ദൈവം തന്നതിന് ഏറ്റവും ബെറ്ററായിട്ട് പരിപാലിക്കുക. ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. എല്ലാ അവയവങ്ങളും എന്തും ദൈവത്തിൻ്റെയാണ്. ഇതിനെ വിലയേറിയതായിട്ട് കരുതുക. അപ്പോൾ എല്ലാവരും വേഗം വന്ന് മുടിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരെയും യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. ഈ മാമിൻ്റെ മുടി നമ്മൾ കണ്ടായിരുന്നല്ലോ, ഭയങ്കര ചുമപ്പായിട്ട്. അപ്പോൾ അത് ബ്ലാക്ക് അടിച്ചിട്ട് ഏക്കണ പോലും കേട്ടോ. ഭയങ്കര റെഡ് ഷെയ്ഡ്. ഇതിപ്പോൾ ബ്ലാക്ക് അടിച്ചു. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഗ്ലാമറിലായിരിക്കണേ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് അടിച്ചാൽ മതി. ലോറിയലിൻ്റെയോ ഷോസ്കോഫിൻ്റെയോ ബ്ലാക്ക്. ഞാനൊക്കെ ബ്ലാക്ക് അടിക്കണേ. അപ്പോൾ നല്ല ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യുക. ആഫ്റ്റർ കെയറിന് പിശുക്കരുത്. അതാണ് ഇത് ചെയ്യുന്നവരുടെ ഏറ്റവും എനിക്കുള്ള അഭ്യർത്ഥന. ആഫ്റ്റർ കെയർ പിശിക്കാൻ മുടി ശരിയാവില്ല കേട്ടോ. പിന്നെ മുടിയിൽ പിന്നെ നിങ്ങൾ അതും ഇതും ഒന്നും തേക്കേണ്ട. ആഫ്റ്റർ കെയർ മതി ആ മുടി നന്നായിട്ട് നടക്കാൻ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ മുടി ഈ കളറൊക്കെ ചെയ്ത് ഇങ്ങനെ
നല്ല സൂപ്പറായിട്ട് ആ മാമിന് എന്ത് ചേഞ്ച് വന്നു എന്ന് പറയാം അത് ചെയ്തപ്പോൾ. അപ്പോൾ അതും ഇതുമൊക്കെ അതിലൊക്കെ പോയി ചെയ്യാണ്ട് ഇതെല്ലാവരും അവിടെ ഒന്ന് പോയി ചെയ്തു നോക്കാം, ഇതിലും ബെറ്റർ ആയിരിക്കും ഇങ്ങനെ. എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരുവേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കണ്ടല്ലോ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ് അതല്ലേ ഇതിൻ്റെ പേര്, ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടെ പറഞ്ഞേ. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണേ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എൻ്റെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്കോവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇതിവിടെ ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ പൊടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാ. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയിടത്ത്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ്റെ ഒക്കെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളറിയണല്ലോ എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ടേക്ക് പോരെ. ശരി എന്നാൽ ഇന്ന് പാർക്കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആട്ടോ. യേശുവിൻ്റെ കൃപയാൽ നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇവരുടെ കസിൻ്റെ ഞാൻ ഒരുക്കിയതാണ്. പാറുവിന് സിമ്പിൾ മേക്കപ്പ്, ഒത്തിരി മേക്കപ്പ് തോന്നിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പ് കിട്ടണ ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടമല്ല ഒത്തിരി ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കണേ. അവരവരുടെ അഭിപ്രായം ഒരു അവനോ തന്നെയാണെന്ന് അറിയണം തിരിച്ച്. അങ്ങനെ കൊച്ചിന് ആഗ്രഹമായിരുന്നു. കൊച്ചിൻ്റെ ഒരു കസിനെ ഒരുക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കൊച്ചൊരുങ്ങാൻ വന്നിട്ടില്ല. അങ്ങനെ കൊച്ചിൻ്റെ കല്യാണമൊക്കെ കിട്ടി. അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ കൊച്ചിൻ്റെ കല്യാണമാണ്. അന്നേരം നമുക്ക് ഫോട്ടോയും വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, സമാധാനം, സന്തോഷം, സ്വസ്ഥത, സമ്പൽ സമൃദ്ധി, അനുഗ്രഹിക്കപ്പെട്ട തലമുറ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, വീഡിയോ കാണുന്നവരാണ്. ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തവരെ. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ശരി എന്നാ.